Hi friends, welcome to my YouTube channel. കെമിസ്ട്രിയിലെ 10ാമത്തെ ചാപ്റ്റർ ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോ അറൈൻസ് എന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നതാകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. ആരൈൽ ഹാലൈറ്റ്സ് അല്ലെങ്കിൽ ഹാലോ അറൈൻസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഹാലോ അറൈൻസിൻ്റെ എന്താണ് പ്രിപ്പറേഷനും കെമിക്കൽ പ്രോപ്പർട്ടീസുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സിമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഹാലോ അറൈൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോഴത്തേക്ക് ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് വൺ ഓർ മോർ എന്താണ് ഹൈഡ്രജൻ ആറ്റംസ് ഓഫ് ആൻഡ് ഏതിലായിരിക്കും ഒരു ആരോമാറ്റിക് റിങ്ങിലെ, അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഹാലോ അറൈൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വൺ ഓർ മോർ ഹൈഡ്രജൻ ആറ്റംസ് ഓഫ് ഏതാണ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആർ റീപ്ലേസ്ഡ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ്. അതായത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടായ ആരുണ്ടായിരുന്നു, ഒരു ബെൻസീൻ ഉണ്ടായിരുന്നു. ഈ ബെൻസീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം എന്തുണ്ട്, ഓരോരോ ഹൈഡ്രജൻ ആറ്റം ഇതുണ്ട്. ഈ ഹൈഡ്രജൻ ആറ്റം നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം. അപ്പം എനിക്ക് വേണ്ടത് ഈ ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം ബൈ ആര് വെച്ചിട്ട് നമ്മളൊരു ഹാലജൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. ഈ എടുക്കുന്ന കോമ്പൗണ്ട് ഇപ്പോൾ ആരായിട്ട് മാറും, ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ ആരുണ്ടായിരിക്കും, ഒരു ഹാലജൻ ഗ്രൂപ്പ്. അപ്പോൾ ആ എടുക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആരായിട്ട് മാറി, ഹാലോ അറൈൻസ് ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, അതാണ് ഇതിന് എക്സാമ്പിൾ AR, അതായത് ഏതാണ് അരൈൽ കോമ്പൗണ്ട്. അപ്പം ARH അവൻ വീണ്ടും കമ്പൈൻ ചെയ്യുന്ന ഒരു ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമുക്കിവിടെ എടുക്കാം Cl2 എടുക്കാം. അപ്പം ഇതിൽ ഒരു ഹൈഡ്രജനും ക്ലോറിനും കമ്പൈൻ ചെയ്ത് ആര് പോകും, HCl പോയി എന്ത് ഫോം ചെയ്യും, ഒരു അരൈൽ ക്ലോറൈഡ് അവിടെ ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു ഹാലോ അറൈൻ അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് AR എന്ന് പറയുമ്പോഴത്തേക്ക് അരൈൽ ഗ്രൂപ്പ് മീൻസ് C6H5 ഗ്രൂപ്പ്. X എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ഫ്ലൂറിനും ക്ലോറിനും ബ്രോമിനും അയഡിനും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ജനറൽ മെത്തേഡ് പ്രിപ്പറേഷൻ ഓഫ് ഏതാണ് അരൈൽ ഹാലൈഡ്. നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൽ ഒന്നാമത്തത് കാണുന്ന മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബൈ ഇലക്ട്രോഫിലിക് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഹാലോ അറൈൻസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യണം. ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. അപ്പോൾ ഈ റിയാക്ഷൻ വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലോറിനോ അല്ലെങ്കിൽ ഒരു ബ്രോമിനോ നമുക്ക് എന്ത് ചെയ്യാം, ഈ എടുക്കുന്ന ആരോമാറ്റിക് റിങ്ങിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അവിടെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു ബെൻസീനുണ്ട്. ഈ ബെൻസീൻ നമ്മൾ എന്ത് റിയാക്ട് ചെയ്യും, ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യും. ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് FeCl3 അല്ലെങ്കിൽ Fe ആയിട്ട് നമുക്ക് റിയാക്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന കോമ്പൗണ്ട് ആരായിട്ട് മാറും, ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്യും ക്ലോറിൻ. അപ്പോൾ കോമ്പൗണ്ട് ആരായിട്ട് മാറും, ക്ലോറോ ബെൻസീനായിട്ട് മാറും. ഇതാണ് നമ്മൾ എടുക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡായിട്ട് നമ്മൾ പറയുന്നത്. ഇനി രണ്ടാമതൊരു മെത്തേഡുണ്ട്, സൈഡ് ചെയിൻ ഹാലജനേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബെൻസീൻ റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബെൻസീൻ റിങ്ങിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പ് ഉണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ആളെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, CH3 ഗ്രൂപ്പാണ്. അപ്പോൾ CH3 ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ആരായിട്ട് മാറും, നമ്മളെടുക്കുന്ന ടൊളുവീനായിട്ട് മാറും. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നു, വീണ്ടും ക്ലോറിൻ ആഡ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അപ്പോഴത്തേക്ക് ഇതിൽ ഈ ക്ലോറിൻ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യത്തില്ല, റിങ്ങിലല്ല വരുന്നത്, ഫസ്റ്റ് അതിലിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷനിലാണ് എന്ത് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്യുക. അപ്പോഴത്തേക്ക് ഈ CH3 ഒരു ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ആര് പോയി, HCl. അപ്പോൾ കോമ്പൗണ്ട് ആരായിട്ട് മാറും, CH2Cl. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ക്ലോറിൻ ആഡ് ചെയ്ത് CHCl2 ആക്കാം. വീണ്ടും ക്ലോറിൻ ആഡ് ചെയ്ത് കോമ്പൗണ്ട് ആരായിട്ട് മാറും, CCl3. അപ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ മേളിൽ അറ്റാച്ച് ചെയ്യുന്ന ആരായിരിക്കും, CCl3. ഈ കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ബെൻസോ ട്രൈ ക്ലോറൈഡായിട്ട് മാറും. ഇതാണ് നമ്മൾക്ക് സൈഡ് ചെയിൻ എന്ന് പറയുന്നത്, സൈഡ് ചെയിൻ ഹാലജനേഷൻ. അപ്പോൾ സൈഡ് ചെയിൻ ഹാലജനേഷൻ നമ്മൾ നടത്തുമ്പോഴത്തേക്ക് വരുന്ന ഹാലജൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയായിരിക്കും കമ്പൈൻ ചെയ്യുന്നത്, ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിലെ ഹൈഡ്രജനിലാണ് വരുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സാൻമേഴ്സ് റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ സാൻമേഴ്സ് റിയാക്ഷനും പിന്നെ ഗട്ടർമാൻ റിയാക്ഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ എക്സാമൊക്കെ ചോദിക്കുന്നതാണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്, സാൻമേഴ്സ് റിയാക്ഷനാണ്.
അപ്പോൾ ഇവിടെ പ്രൈമറി ആരോമാറ്റിക് അമീനുണ്ട്, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന കോമ്പൗണ്ടാണ് പ്രൈമറി ആരോമാറ്റിക് അമീൻ. അത് നമ്മളെടുക്കുന്ന കോമ്പൗണ്ട് ഏതാണ്? അനിലീൻ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മളെടുക്കും. അപ്പം അനിലീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബെൻസീൻ റിങ്ങിൽ ഏത് വരുന്നതായിരിക്കും? NH2 ഗ്രൂപ്പ് വരുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ അനിലീൻ. ഈ അനിലീനെ നമ്മൾ ആരുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് NaNO2 പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് HCl. അപ്പം സോഡിയം നൈട്രൈറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഇത് പ്രസൻസ് അല്ലെങ്കിൽ അറ്റ് ഏതായിരിക്കും? 273 കെൽവിൻ. അപ്പോഴത്തേക്ക് ഈ എടുക്കുന്ന അനിലീൻ എന്ന് പറയുന്ന ആൾ ഏത് കോമ്പൗണ്ടായിട്ട് മാറും? ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡായിട്ട് മാറും. അപ്പോൾ ഫസ്റ്റ് സാൻമേഴ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളെടുക്കുന്ന അനിലീനെ ആരാക്കി മാറ്റും? ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡാക്കി മാറ്റും. ആരൊക്കെയായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെടുക്കുന്ന അനിലീനെ സോഡിയം നൈട്രേറ്റും HCl. എന്താണ് ടെമ്പറേച്ചർ? 273 കെൽവിൻ. അതിനുശേഷം ഈ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിന് നമ്മൾ ഇപ്പോൾ ഈ കിട്ടിയ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിന് നമ്മൾ വീണ്ടും ആരുമായിട്ട് റിയാക്ട് ചെയ്യും? Cu2Cl2. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുപ്രസ് ക്ലോറൈഡോ അല്ലെങ്കിൽ കുപ്രസ് ബ്രോമൈഡോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ എടുക്കുന്ന ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിന് റിയാക്ട് ചെയ്യും. അപ്പോഴത്തേക്ക് ഈ കിട്ടിയ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് കുപ്രസ് ക്ലോറൈഡ് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആരായിട്ട് മാറും? ക്ലോറോ ബെൻസീനായിട്ട് മാറും. ബൈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരായിരിക്കും? N2 ഗ്യാസ് അവിടെ ഫോം ചെയ്യും. ഇതാണ് നമ്മൾ എടുക്കുന്ന ഏതെന്ന് പറയുന്നത് സാൻമേഴ്സ് റിയാക്ഷൻ. അപ്പോൾ സാൻമേഴ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെടുക്കുന്ന ഒരു പ്രൈമറി ആരോമാറ്റിക് അമീനെ ഏതാണ്? ഒരു ക്ലോറോ ബെൻസീനോ ബ്രോമോ ബെൻസീനോ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് സാൻമേഴ്സ് റിയാക്ഷൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് കാണുന്നത്? ഈ എടുക്കുന്ന അനിലീനെ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ആക്കും. രണ്ടാമത്തേതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇരിക്കുന്ന ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ നമ്മൾ കുപ്രസ് ക്ലോറൈഡ് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആരായിട്ട് മാറും? ക്ലോറോ ബെൻസീനായിട്ട് മാറും. ഇതാണ് നമ്മൾ എടുക്കുന്ന ഏതെന്ന് പറയുന്നത് സാൻമേഴ്സ് റിയാക്ഷൻ. ഇനി ഇതുപോലെ വരുന്ന അടുത്ത റിയാക്ഷനാണ് ഏത്? ജനറൽ ഇക്വേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് സാൻമേഴ്സ് റിയാക്ഷൻ? വേറെ ബാക്കി നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ഏത്? ക്ലോറോ ബെൻസീൻ റിയാക്ട് ഫോം ചെയ്യുന്നത്. പിന്നെ ഏതാണ്? ബ്രോമോ ബെൻസീൻ. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? ഐഡോ ബെൻസീൻ. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഫ്ലൂറോ ബെൻസീൻ. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം നമ്മൾ ജനറലായിട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് എന്താണ്? ക്ലോറോ ബെൻസീൻ പ്രിപ്പയർ ചെയ്തു. ഇവിടെ ഈ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ്, അതായത് അനിലീനെ കൺവേർട്ട് ചെയ്ത് കിട്ടിയ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ക്ലോറോ ബെൻസീനോ അല്ലെങ്കിൽ ബ്രോമോ ബെൻസീനോ ഐഡോ ബെൻസീനോ അല്ലെങ്കിൽ ഫ്ലൂറോ ബെൻസീനോ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ ആരൊക്കെയായിട്ട് റിയാക്ട് ചെയ്യും? നമ്മൾ ആദ്യം കണ്ട സാൻമേഴ്സ് റിയാക്ഷനിൽ റിയാക്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് കൺവേർട്ട് ചെയ്ത് റിയാക്ട് ചെയ്യാം. അപ്പോൾ Cu2Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുപ്രസ് ക്ലോറൈഡോ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യും? ക്ലോറോ ബെൻസീൻ. രണ്ടാമത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? ബ്രോമോ ബെൻസീൻ. പക്ഷേ അടുത്ത് ഐഡോ ബെൻസീൻ റിയാക്ട് ചെയ്യാൻ നമ്മളിവിടെ ഏത് ഉപയോഗിക്കും? Ki അവിടെ ഉപയോഗിക്കും. അപ്പം പൊട്ടാസ്യം അയോഡൈഡ് ഉപയോഗിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ നമ്മൾ ആരാക്കി മാറ്റാൻ പറ്റുന്നത്? ഐഡോ ബെൻസീൻ. അടുത്ത് ഫ്ലൂറോ ബെൻസീൻ നമ്മൾ സെയിം ആണ്. നമ്മൾ ഉപയോഗിക്കുന്നത് പറയുമ്പോഴത്തേക്ക് NaNO2 ഉപയോഗിക്കും. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് HF4 ഉപയോഗിക്കുമ്പോഴത്തേക്കാണ് ഈ എടുക്കുന്ന ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ആരാക്കി മാറുന്നത്? ഫ്ലൂറോ ബെൻസീനായിട്ട് മാറുന്നത്. നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിന് നമ്മൾ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്ലോറോ ബെൻസീനും പിന്നെ നോക്കുമ്പോഴത്തേക്ക് ആരാക്കി മാറ്റി? ബ്രോമോ ബെൻസീനുമായിട്ട് മാറ്റി. നമ്മളവിടെ റിയാക്ട് ചെയ്ത് ആരൊക്കെ അയച്ചായിരുന്നു? CuClഉം പിന്നെ നോക്കുമ്പോഴത്തേക്ക് CuBrഉം വെച്ച് നമ്മളവിടെ റിയാക്ട് ചെയ്തേ. പക്ഷേ അടുത്ത കേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എടുക്കുന്ന കോമ്പൗണ്ട് നമുക്ക് ഈ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ ആരാക്കി മാറ്റണം? ഐഡോ ബെൻസീനാക്കി മാറ്റണം. അപ്പം നമ്മളിവിടെ റിയാക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ എടുക്കുന്ന ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൻ്റെ കൂടെ നമ്മൾ ആരെയാണ് റിയാക്ട് ചെയ്യുന്നത്? Ki പൊട്ടാസ്യം അയോഡൈഡ്. അപ്പോഴത്തേക്ക് നമുക്ക് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഇൻട്രൊഡ്യൂസ് ചെയ്താണ് അയഡിൻ ഇൻ ഏതാണ്? ബെൻസീൻ റിംഗ് ഡയറക്ട്ലി. അപ്പം നമ്മൾ നേരത്തെ കണ്ടതെല്ലാം CuClോ CuBrോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മീൻസ് ഡയറക്റ്റ് നമുക്ക് ഈസി മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? റിയാക്ട് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ ഐഡോ ബെൻസീനാക്കി മാറ്റണമെങ്കിൽ നമ്മളവിടെ ആരുമായിട്ട് റിയാക്ട് ചെയ്യണം? പൊട്ടാസ്യം അയോഡൈഡ്. അപ്പോഴേ എന്ത് ഫോം ചെയ്യുള്ളൂ? നമുക്ക് കിട്ടുന്ന ഐഡോ ബെൻസീൻ. അതുപോലെ നമ്മൾ നോക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? നമുക്ക് വേണ്ട കോമ്പൗണ്ടാണ് ഫ്ലൂറോ ബെൻസീൻ. അപ്പോൾ ഈ ഫ്ലൂറോ ബെൻസീൻ നമുക്ക് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. അപ്പോഴത്തേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എന്താണ്? സിമ്പിൾ മെത്തേഡായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എടുക്കും.
ആ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് നമ്മൾ ഫ്ലൂറോബോറിക് ആസിഡ് HBF4 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് അവിടെ കിട്ടും. അവിടെ നമ്മൾ എന്തുവാണ് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് ഏത് ഫ്ലൂറോ ബെൻസീൻ എന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഏതാണ് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിന് സോഡിയം നൈട്രേറ്റ് പിന്നെ എന്താണ് HBF4 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ഫ്ലൂറോ ബെൻസീൻ അവിടെ ഫോം ചെയ്യാം. ഇതാണ് നമ്മൾ മെയിനായിട്ട് കാണുന്ന ഇത് സാൻഡ്മേഴ്സ് റിയാക്ഷനിൽ വരുന്നത്. അടുത്ത് നമുക്ക് നോക്കാം ഇത് ഗട്ടർമാൻ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഇതും സാൻഡ്മേഴ്സ് പോലെയാണ്. എന്താണ് ഹാലോ ആൽക്കൈൻ ക്യാൻ ഓൾസോ ബി പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ഏതാണ് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് വിത്ത് കോപ്പർ പൗഡർ ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് കറസ്പോണ്ടിങ് ഹാലജൻ ആസിഡ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത് ഗട്ടർമാനിലും സാൻഡ്മേഴ്സിലും അവിടെ നമ്മൾ കുപ്രസ് ക്ലോറൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഏത് മാത്രമേ ഉപയോഗിക്കുന്നുണ്ട്, കോപ്പർ പൗഡർ, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഹാലജൻ ആസിഡ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ ഉപയോഗിക്കും. അപ്പോൾ ഈ എടുക്കുന്ന ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് നമുക്കറിയാം ഇപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ആ കിട്ടുന്ന ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിന് കോപ്പർ പൗഡറും HCl റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറോ ബെൻസീൻ. അതേസമയം ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിന് കോപ്പർ പൗഡറും HBr റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആകുമ്പോഴത്തേക്ക് ഏതാണ് ബ്രോമോ ബെൻസീൻ. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പറയുന്നത് ഗട്ടർമാൻ റിയാക്ഷനായിട്ട് വരുന്നത്. ഇനി ഇതുപോലെ നമുക്ക് നോക്കുന്നതാണ് ഏത് റിയാക്ഷൻ പ്രോസസ്സ്. അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബെൻസീനുണ്ട്, ഈ ബെൻസീനെ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് കോപ്പർ ടു ക്ലോറൈഡ്. അപ്പോൾ നമ്മളെടുക്കുന്ന ബെൻസീനെ ആരാക്കി മാറ്റാം, ക്ലോറോ ബെൻസീനാക്കി മാറ്റുന്ന പ്രോസസ്സാണിത്. അപ്പോൾ നമ്മൾ റിയാക്ഷൻ നടത്തുന്നത് എങ്ങനെയായിരിക്കും, ബെൻസീനുണ്ട്, ആരുമൊക്കെ റിയാക്ട് ചെയ്യും, ഹൈഡ്രോക്ലോറിക്കും ആസിഡും പിന്നെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും ആരുടെ പ്രസൻസിൽ കോപ്പർ ടു ക്ലോറൈഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്ലോറോ ബെൻസീൻ. ഇതാണ് നമ്മുടെ റിയാക്ഷൻ പ്രോസസ്സായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം റിയാക്ഷൻ പ്രോസസ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബെൻസീനെ അല്ലെങ്കിൽ എന്താണ് ബെൻസീൻ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും, ഹൈഡ്രോക്ലോറിക് ആസിഡും പിന്നെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ക്ലോറോ ബെൻസീൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഹാൻസ് ഡിക്കർ റിയാക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ എന്താണ് സിൽവർ പ്രൊപ്രോയേറ്റ് എന്ന് പറയുന്ന C2H5COOAg എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും, ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് അസറ്റോൺ അല്ലെങ്കിൽ കാർബൺ ടെട്രാ ക്ലോറൈഡിൻ്റെ പ്രസൻസ് നമ്മൾ എന്ത് ചെയ്യും, റിയാക്റ്റ് അവിടെ ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ബ്രോമോ ഈതെയിൻ അവിടെ എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. ഇങ്ങനെ നമ്മൾ സിൽവർ പ്രൊപ്രോയേറ്റിനെ നമ്മൾ ആരാക്കി മാറ്റുന്ന ബ്രോമോ ഈതെയിനാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഇത് നമ്മളെടുക്കുന്ന ഹാൻസ് ഡിക്കർ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ആരുമായിട്ട് റിയാക്ട് ചെയ്യും, ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യും. ആരുടെ പ്രസൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അസറ്റോൺ അല്ലെങ്കിൽ നോക്കുമ്പോഴത്തേക്ക് കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഇതാണ് ഏതെന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന ഹാൻസ് ഡിക്കർ റിയാക്ഷനായിട്ട് വരുന്നത്. ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫീനോളിനെയും നമുക്ക് എന്താക്കി മാറ്റാമെന്നറിയാമോ, ക്ലോറോ ബെൻസീനാക്കി മാറ്റാം. അപ്പം ഇവിടെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഫോസ്ഫറസ് പെൻറ്റാഹാലൈഡ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, കൺസിഡർ ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് ഹൈഡ്രജൻ ഹാലൈഡോ അത് PX3 നമ്മൾ എടുക്കത്തില്ല. പകരം നമ്മൾ എടുക്കുന്ന ആരായിരിക്കും, ഫോസ്ഫറസ് പെൻറ്റാ ക്ലോറൈഡായിട്ട് റിയാക്ട് ചെയ്യും. അപ്പം ഈ എടുക്കുന്ന ഫീനോൾ, ഇപ്പോൾ ഫീനോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബെൻസീൻ ആരായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്, OH ഗ്രൂപ്പ്. PCl5 റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് കോമ്പൗണ്ടിലെ OH ആര് പോയിട്ട് അവിടെ ആര് വരും. അപ്പോൾ നമ്മൾ ഫീനോളിനെ എങ്ങനെ ക്ലോറോ ബെൻസീനാക്കി മാറ്റാൻ നോക്കുമ്പോഴത്തേക്ക് ഫീനോളിന് ആരുമായിട്ട് റിയാക്ട് ചെയ്യും, PCl5 നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പോഴത്തേക്ക് അതിൽ OHനെ നമ്മൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്ത് അവിടെ ആര് വരും, ഒരു ക്ലോറിൻ വരും. കോമ്പൗണ്ട് ആരായിട്ട് മാറും, ക്ലോറോ ബെൻസീനായിട്ട് മാറും. ബൈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരൊക്കെ ആയിരിക്കും വരുന്നത്, നമ്മൾ എടുക്കുന്നത് HClഉം പിന്നെ പറയുമ്പോഴത്തേക്ക് POC3 അതായത് ഫോസ്ഫറൈൽ ക്ലോറൈഡോടെ ഫോം ചെയ്യും. ഇതാണ് നമ്മൾ കാണുന്ന ഏത് ജനറൽ മെത്തേഡ് ടു പ്രിപ്പയർ ഏതായിരിക്കും നമ്മൾ എടുക്കുന്ന ഹാലോ അലൈൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടത് നോർമലി എന്താണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനായിട്ട്, രണ്ടാമത് നമ്മൾ കാണുന്നത് ഏതാണ് സൈഡ് ചെയിനായിട്ട്, പിന്നെ ഏതായിരുന്നു സാൻഡ്മേഴ്സ് റിയാക്ഷൻ. സാൻഡ്മേഴ്സ് റിയാക്ഷൻ നമ്മൾ കാണുമ്പോഴത്തേക്ക് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ നമുക്ക് ഏതിട്ട് റിയാക്ട് ചെയ്യാം, കോപ്പർ ക്ലോറൈഡും പിന്നെ HCl നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം കാണുന്നതായിരുന്നു ഏതെന്ന് പറയുന്നത് സാൻഡ്മേഴ്സ് റിയാക്ഷൻ, ഗട്ടർമാൻ റിയാക്ഷൻ, പിന്നെ റിയാക്ഷൻ പ്രോസസ്സ്, പിന്നെ നമ്മളത്തെ ഹാൻസ് ഡിക്കർ റിയാക്ഷൻ. അതിൻ്റെ കൂടെ ഫീനോളിനെ എങ്ങനെ ഹാലോ അലൈൻസ് ആയിട്ട് മാറ്റാം. ഇനി നമ്മൾ നോക്കുന്നതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ സാധാരണ നമ്മൾ ഇക്വേഷൻസ് മാത്രമേ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കത്തുള്ളൂ. ഇവിടെ നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അരയിൽ ഹാലൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് കളർലെസ് ലിക്വിഡ് ഓർ ഏതാണ് കളർലെസ് സോളിഡ്സ് വിത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓർഡർ. അപ്പം ഇവനെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് അരയിൽ ഹാലൈഡിന് ഒരു കളർലെസ് ലിക്വിഡോ അല്ലെങ്കിൽ കളർലെസ് സോളിഡോ ആകാം. പക്ഷേ അവനൊരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് എന്തുണ്ടാകും, ഒരു ഓർഡർ ഉണ്ടാവും. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ജനറലി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് അരയിൽ ഗ്രൂപ്പ്. അത് നമുക്കറിയാം, അരയിൽ ഗ്രൂപ്പിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് അവൻ്റെ ബോയിലിംഗ് പോയിൻ്റ് അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് അവിടെ ചെയ്യും. അപ്പോഴത്തേക്ക് ഇനി ഇവിടെ നമുക്ക് നോക്കാം. പക്ഷേ അതേസമയം അരയിൽ ഗ്രൂപ്പ് സെയിമും അതുപോലെ ഹാലജൻ മാറുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്കറിയാം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, പിന്നെ ഏതാണ് അയഡിൻ. അപ്പോൾ അതിൽ അയഡിനാണ് ഏതെന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് അവിടെ കൂടും. അപ്പോഴത്തേക്ക് ഒരു അയഡോ ബെൻസീൻ അല്ലെങ്കിൽ ആയിരിക്കും ഏതെന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് അവിടെ കൂടുതൽ. അപ്പം ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസിങ് സൈസ് ഓഫ് അരയിൽ ഗ്രൂപ്പ് ഓർ എ ഹാലജൻ ആറ്റം. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു അരയിൽ ഗ്രൂപ്പിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ചോ അല്ലെങ്കിൽ ഹാലജൻ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ചോ അവൻ്റെ ബോയിലിംഗ് പോയിൻ്റ് അവിടെ ഇൻക്രീസ് അവിടെ ചെയ്യും. ഇതാണ് അവൻ്റെ ഇൻക്രീസിങ് ഓർഡർ വരുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഏതാണ് പാരാ ഐസോമർ ഈസ് മോർ ദാൻ ഏതായിരിക്കും ഓർത്തോ ആൻഡ് മെറ്റാ ഐസോമർ. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ബെൻസീൻ ഉണ്ടെങ്കിൽ ഓർത്തോ പൊസിഷൻ ഉണ്ടാവും, മെറ്റാ പൊസിഷൻ ഉണ്ടാവും, പിന്നെ ഏതാണ് പാരാ പൊസിഷൻ ഉണ്ടാവും. ഇതിൽ മെൽറ്റിംഗ് പോയിൻ്റ് ആർക്കാണ് ഏറ്റവും ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പാരാ ഐസോമറാണ്. കാരണം മോർ സിമെട്രിക്കൽ നേച്ചറാണ്. അപ്പം ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് പാരാ ഐസോമർ ഓഫ് ഏതാണ് അരയിൽ ഹാലൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ എടുക്കുന്ന കോമ്പൗണ്ട് മെൽറ്റിംഗ് പോയിൻ്റ് ഹയർ ആവാൻ റീസൺ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, സിമെട്രിക്കൽ നേച്ചറാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് സിമെട്രിക്കൽ നേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക്. ഇതിൽ നമുക്ക് ക്ലോറോബെൻസീൻ്റെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നപ്പോഴത്തേക്ക് എന്താണ് ഇത് ക്ലോറിൻ, ഇവിടെ എന്തുണ്ട് ഒരു ക്ലോറിൻ ഇരിപ്പുണ്ട്. അപ്പം ഇതിൻ്റെ ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എത്ര വരും, -17 ഡിഗ്രി ആയിരിക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതിലാണ് അടുത്ത സബ്സ്റ്റൻസ് ആയിട്ട് വരുന്നത്, ഇവിടെയും ക്ലോറിൻ, ഇതിലൂടെ എവിടെ എന്തുണ്ട് ക്ലോറിൻ മെറ്റാ പൊസിഷനിൽ. അപ്പം ഇവൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഏതാണ് -24 ആയിട്ട് വരുന്നു. അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് നമുക്ക് പാര നോക്കാം. പാര നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ ക്ലോറിൻ, ഇവിടെ എന്താണ് ക്ലോറിൻ. പക്ഷേ ഇവൻ്റെ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ എത്ര വരുന്നുണ്ട്, 50 ഡിഗ്രി. കാരണം ഇവൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഡ്യൂ ടു എന്താണ് സിമെട്രിക്കൽ സ്ട്രക്ചർ. ഈ സിമെട്രിക്കൽ സ്ട്രക്ചർ ആയതുകൊണ്ട് കൊണ്ടാണ് നമ്മൾ എടുക്കുന്ന മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് പാരാ ഐസോമറിന് എപ്പോഴും എന്തെന്ന് പറയുന്നത് കൂടുതൽ. അപ്പം ഇത് എടുക്കുന്ന ബോയിലിംഗ് പോയിൻ്റ് കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ നമ്മളെടുക്കുന്ന മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോഴത്തേക്ക് ബോയിലിംഗ് പോയിൻ്റ് ഇപ്പം നമ്മൾ ചിലപ്പോൾ കെമിക്കൽ റിയാക്ഷനെ നമ്മൾ നോക്കത്തുള്ളൂ. പക്ഷേ ചില ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യും, നമ്മളെടുക്കുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വെച്ച് എടുക്കുന്നൊരു കോമ്പൗണ്ട് തന്നിട്ട് അവർ ചോദിക്കും എന്താണ് വിച്ച് ആണ് ഹാവ് മോർ മെൽറ്റിംഗ് പോയിൻ്റ് എന്നോ ബോയിലിംഗ് പോയിൻ്റ് എന്നോ ഒക്കെ ചോദിക്കാം. അതുകൊണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ജനറലി മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഏതാണ് പാരാ ഐസോമർ ഇസ് റിക്വയർഡ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഏതാണ് ഓർത്തോ ആൻഡ് മെറ്റാ ഐസോമർ. റീസൺ എന്താണ്, ദിസ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഹാസ് ഏതാണ് സിമെട്രിക്കൽ സ്ട്രക്ചർ. ആ സിമെട്രിക്കൽ സ്ട്രക്ചർ കാരണം ഇറ്റ് ഹാസ് എന്താണ് ഇറ്റ്സ് മോളിക്യൂൾ ക്യാൻ ഈസിലി പാക്ക് ക്ലോസ്ലി ഇൻ ക്രിസ്റ്റൽ ലാറ്റിസ്. ഈ എടുക്കുന്ന സിമെട്രിക്കൽ സ്ട്രക്ചർ കാരണം ക്രിസ്റ്റൽ ലാറ്റിസിന് അവൻ എന്ത് ചെയ്യും, ക്ലോസ്ലി പാക്ഡ് ആവാൻ പറ്റും. അപ്പം അവൻ എന്ത് ചെയ്യും ജനറലി അപ്പോൾ ഈ എടുക്കുന്ന കോമ്പൗണ്ടിൻ്റെ എന്താണ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹയർ ആയിട്ട് വരും. ഇനി അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ നോക്കുന്നത് ഡ്യൂ ടു ദ റെസണൻസ് ഇൻ ക്ലോറോബെൻസീൻ. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് റെസണൻസ് സ്ട്രക്ചർ വരാം. അപ്പോൾ CCl ബോണ്ട് എന്ന് പറയുന്നത് ഷോർട്ടർ ആൻഡ് ഇസ് ഡൈപോൾ മൊമെൻറ്റ് എന്താണ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സൈക്ലോഹെക്സൈൽ ക്ലോറൈഡ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഏതാണ് നമ്മൾ നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റെസണൻസ് സ്ട്രക്ചർ ഓഫ് ക്ലോറോബെൻസീൻ ഉണ്ട്. അത് കാരണം CCl ബോണ്ട് അവിടെ എന്തായിരിക്കും ഷോർട്ടറാണ്. അപ്പോൾ അവൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എന്തായിരിക്കും ലെസ് ദാൻ ദാറ്റ് ഓഫ് ഏതാണ് സൈക്ലോഹെക്സൈൽ ക്ലോറൈഡ്. അപ്പോൾ സൈക്ലോഹെക്സൈൽ ക്ലോറൈഡ് അവിടെ എന്തില്ല, റെസണൻസ് സ്ട്രക്ചർ ഇല്ല. പക്ഷേ ക്ലോറോബെൻസീൻ എന്തുണ്ട്, റെസണൻസ് സ്ട്രക്ചർ ഉണ്ട്. ആ റെസണൻസ് സ്ട്രക്ചർ കാരണം CCl ബോണ്ട് അവിടെ എന്തായിരിക്കും ഷോർട്ടറാണ്. അപ്പോൾ അവൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എന്താണ്
ലെസ് ആയിട്ട് വരും. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്ത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി നമുക്കതിൻ്റെ ഓരോ കെമിക്കൽ റിയാക്ഷനായിട്ട് നമുക്ക് നോക്കാം. അതിൽ ആദ്യം നമ്മൾ കാണുമ്പോഴത്തേക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ന്യൂക്ലിയോഫിലിക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അരൈൽ ഹാലൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ലെസ് റിയാക്റ്റീവ് ടുവേഴ്സ് ഏതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ഇതിൽ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെന്ന് നോക്കുന്നതെങ്കിൽ ഈ ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും എന്ന് പറയുമ്പോൾ ലോ ആയിരിക്കും. കാരണം ഇവിടെ റീസൺ നമുക്ക് നോക്കാം. ഡ്യൂ ടു എന്താണ് റെസണൻസ് സ്ട്രക്ചർ. ഒരു അരൈൽ ഹാലൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്ത് പോസിബിളാണ്, അതിനൊരു റെസണൻസ് സ്ട്രക്ചർ അവിടെ ഫോം ഉണ്ട്, അല്ലെങ്കിൽ റെസണൻസ് സ്ട്രക്ചർ അവിടെ വരുന്നുണ്ട്. ഈ റെസണൻസ് സ്ട്രക്ചർ കാരണം ഈ CX ബോണ്ട് ഹാസ് ഏതാണ് ഒരു എല്ലാ ബോണ്ടിനും അവിടെ എന്തുണ്ട് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ അവിടെ എന്ത് ചെയ്യാൻ വരാം. രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ റെസണൻസ് സ്ട്രക്ചർ കാരണം വീണ്ടും അവിടെ എന്ത് സ്റ്റെബിലൈസേഷൻ ഓഫ് എന്ത് വരാം ഇലക്ട്രോൺ വരാം. സ്റ്റെബിലൈസേഷൻ ഓഫ് മോളിക്യൂൾ ബൈ ദി ഡീലോക്കലൈസേഷൻ. അതായത് നമുക്കറിയാം ഡീലോക്കലൈസേഷനും ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് എല്ലാം ഫോം ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ഡീലോക്കലൈസേഷൻ ഓഫ് ഏതാണ് നമ്മൾ പഠിച്ചതാണ് റെസണൻസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വരുന്നു. മൂന്നാമത്തെ പറയുമ്പോഴത്തേക്ക് ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫീനൈൽ കാർബോകാറ്റോൺ. ഈ 3 റീസൺ കാരണം നമ്മളെടുക്കുന്ന അരൈൽ ഹാലൈഡ് എന്നുള്ള ലെസ് റിയാക്റ്റീവ് ടുവേഴ്സ് ഏതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇതാണ് നമ്മളെടുക്കുന്ന റീസൺ. അപ്പോൾ ഇനി പക്ഷേ ഹവർ ദ അരൈൽ ഹാലൈഡ് ഹാവിങ് ഏതാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഏതൊക്കെയാണ് NO2 ഗ്രൂപ്പ് വരെ SO3H വരാം. ഇവർ ഏതൊക്കെ പൊസിഷനിൽ ഓർത്തോ പൊസിഷനിലോ പാരാ പൊസിഷനോ വരുമ്പോഴത്തേക്ക് അവിടെ എന്ത് വരാം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഈസി ആയിട്ട് അവിടെ വരാം. അപ്പം നോർമലി എടുക്കുന്ന ഒരു അരൈൽ ഹാലൈഡിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറ്റില്ല. റീസൺ നമ്മൾ പറഞ്ഞു. ഏതുകൊണ്ട് റെസണൻസ് സ്ട്രക്ചർ കൊണ്ടോ ഡീലോക്കലൈസേഷൻ ഓഫ് ഏതാണ് ഇലക്ട്രോൺ കാരണോ അതല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫീനൈൽ കാർബോകാറ്റോണോ കൊണ്ട്. പക്ഷേ ആ റിങ്ങിൽ ആരുണ്ടെങ്കിൽ ഒരു നൈട്രോ ഗ്രൂപ്പോ അല്ലെങ്കിൽ SO3H ഗ്രൂപ്പോ അല്ലാതെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പോ ഉണ്ടെങ്കിൽ അപ്പോൾ ഓർത്തോ പാരാ പൊസിഷൻ എന്ത് ചെയ്യും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നടത്താം. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു ഹാലജനേഷൻ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അറിയാം എന്താണ് ഹാലജനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ഹാലജൻ ആഡ് ചെയ്യുന്നു. നമ്മളെടുക്കുന്ന ഹാലജൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ക്ലോറിൻ ആണ്. അപ്പോൾ നമ്മളിവിടെ ക്ലോറിൻ ആഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്തുവാണ് നോർമലി ബെൻസീൻ റിങ്ങിൽ ആരുണ്ട് ഒരു ക്ലോറിൻ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഒരു അരൈൽ ഹാലൈഡാണ് ക്ലോറോബെൻസീൻ. നമ്മൾ എന്ത് ചെയ്യും ക്ലോറിൻ വീണ്ടും ആഡ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് അൺഹൈഡ്രസ് FeCl3 ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ 2 പ്രോഡക്റ്റ് ഫോം ചെയ്യാം. അപ്പോൾ ഈ എടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂൻ്റായ ഏത് ഗ്രൂപ്പ് ക്ലോറിൻ എന്ന് പറയുന്നവനെന്ന് പറയുമ്പോഴത്തേക്ക് A1 ആരാണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഇത് കാരണം നമുക്ക് എന്ത് ചെയ്യും ഒരു മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യും. കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ് 1,2 ഡൈക്ലോറോ ബെൻസീനും മറ്റൊന്ന് പറയുമ്പോഴത്തേക്ക് 1,4 ഡൈക്ലോറോ ബെൻസീൻ. അങ്ങനെ ഓർത്തോ ക്ലോറോ ബെൻസീനും പിന്നെ പാരാക്ലോറോ ബെൻസീൻ. അങ്ങനെ 2 പ്രോഡക്റ്റ് അവിടെ എന്ത് ചെയ്യും ഫോം ചെയ്യും. അതിൽ മേജർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും പാരാ ഡൈക്ലോറോ ബെൻസീനാണ്. കാരണം നമ്മൾ നേരത്തെ കാണുന്ന സിമെട്രിക്കൽ സ്ട്രക്ചർ. ഇതാണ് നമ്മൾ എടുക്കുന്ന ഇതെന്ന് പറയുന്നത് ഹാലജനേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ക്ലോറിൻ ഓർത്തോയിലും പാരലും വന്നു പറയുമ്പോഴത്തേക്ക് ഈ ഇരിക്കുന്ന ക്ലോറിൻ ഏത് ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട്. അടുത്ത് നമ്മൾ നോക്കുന്നത് നൈട്രേഷനാണ്. അപ്പം നൈട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും ബെൻസീൻ റിങ്ങിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നു NO2 ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇത് നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്താണെന്ന് അറിയണം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കോൺസെൻട്രേറ്റഡ് HNO3ക്കും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ മിക്സർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറഞ്ഞാൽ നൈട്രേറ്റിംഗ് മിക്സ്ചർ. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ക്ലോറോ ബെൻസീൻ ഉണ്ട്. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ ആരുണ്ടായിരുന്നു ക്ലോറോ ബെൻസീൻ. അപ്പോൾ ഇനി വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് ഏതൊക്കെ പൊസിഷനിൽ പോകത്തുള്ളൂ ഓർത്തോ പൊസിഷനിലും പിന്നെ പറയുമ്പോഴത്തേക്ക് പാരാ പൊസിഷനിലും. അപ്പം ഈ ഇരിക്കുന്ന HNO3 NO2 ഗ്രൂപ്പ് എവിടെ പോയി ഓർത്തോയിൽ. അപ്പോൾ എന്ത് ഫോം ചെയ്തു 1 ക്ലോറോ 2 നൈട്രോ ബെൻസീൻ അവിടെ ഫോം ചെയ്തു. രണ്ടാമത്തെ പ്രോഡക്റ്റ് എവിടെയാണ് NO2 വരുന്നത് പാരാ പൊസിഷനിലൂടെ വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഏതെന്ന് പറയുന്നത് നൈട്രേറ്റിംഗ് മിക്സർ വഴിയായിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നൈട്രേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് നോക്കുന്നു നൈട്രേറ്റിംഗ് മിക്സർ നമ്മളവിടെ നോക്കും. നൈട്രേറ്റിംഗ് മിക്സർ ഇപ്പോൾ എന്താണെന്നറിയാം കോൺസെൻട്രേറ്റഡ് എന്താണ് HNO3ക്കും കോൺസെൻട്രേറ്റഡ് H2SO4 മിക്സ്ഡാണ് നമ്മൾ എടുക്കുന്ന ഏതെന്ന് പറയുന്നത് നൈട്രേറ്റിംഗ് മിക്സ്ചർ. അപ്പോഴത്തേക്ക് എവിടെയാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് NO2 ഗ്രൂപ്പിലും പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് NO2 ഗ്രൂപ്പ് എവിടെയൊക്കെയാണ് ഫോം ചെയ്യുന്നത് ഓർത്തോ പൊസിഷനിലും പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് പാരാ പൊസിഷനിലും അവിടെ എന്ത് ചെയ്യും പ്രോഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂൻ്റ് അവിടെ വരും.
ഓക്കെ, ഇതാണ് നമ്മളെടുക്കുന്ന ഏത് നൈട്രേഷൻ. അപ്പോൾ പ്രോഡക്റ്റ് നമുക്കറിയാം ഏതാണ്, ഓർത്തോ നൈട്രോ ക്ലോറോ ബെൻസീനും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് പാരാ നൈട്രോ ക്ലോറോ ബെൻസീൻ എന്ന് ഫോം ചെയ്തു. അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സൾഫോണേഷനാണ്. സൾഫോണേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഒരു കോൺസെൻട്രേറ്റഡ് H2SO4 നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യുന്നതാണ് സൾഫോണേഷൻ. നൈട്രേഷനിൽ നമ്മൾ ആരാണ് ആഡ് ചെയ്യുന്നത്, HNO3യും H2SO4. ആ റിയാക്ഷൻ്റെ മെക്കാനിസം നമ്മൾ +1 പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സൾഫോണേഷൻ നമുക്ക് നോക്കാം. സൾഫോണേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നു പറഞ്ഞു, ഏതാണ് കോൺസെൻട്രേറ്റഡ് H2SO4 നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ക്ലോറോ ബെൻസീൻ എടുക്കുന്നു. ഈ ക്ലോറോ ബെൻസീനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആരുമായിട്ട് റിയാക്ട് ചെയ്യും, H2SO4 റിയാക്റ്റ് ചെയ്യും. ഇക്വേഷനിൽ പ്രശ്നം ഉണ്ടായിരുന്നു, HNO3 അല്ല നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്, H2SO4 ആണ് ആഡ് ചെയ്യുന്നത്. അത് കാരണം ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ആരാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്, SO3H അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പം ഇവിടെ എന്ത് വരും, SO3H, പാരാ പൊസിഷനിൽ ആര് വരും, SO3H അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പോൾ SO3H അവിടെ ഫോം ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ പ്രയോറിറ്റി ആർക്കാണ്, SO3Hനാണ്. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പേരെന്താണ്, ഓർത്തോ ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡ് അവിടെ ഫോം ചെയ്യും. മറ്റൊന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, പാരാ ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇങ്ങനെ 2 പ്രോഡക്റ്റാണ് അവിടെ ഫോം ചെയ്തത്. അപ്പോൾ നമ്മൾ മീൻസ് ഫിഗറിൽ വ്യത്യാസമുണ്ട്, കാരണം ഇതിൽ നൈട്രേഷനാണ് കോപ്പി ചെയ്തായിരിക്കുന്നത്. അപ്ലിക്കേഷൻ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആരെയാണ് റിയാക്ട് ചെയ്യുന്നത്, ക്ലോറോ ബെൻസീനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇക്വേഷൻ എഴുതി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആരെയാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്, കോൺസെൻട്രേറ്റഡ് H2SO4 റിയാക്റ്റ് അവിടെ ചെയ്യും. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ പ്രോഡക്റ്റ് ഫോം ചെയ്യും, ഓർത്തോയിലും പിന്നെ നോക്കുമ്പോഴത്തേക്ക് പാരയിലും. ഓർത്തോയിൽ ആര് വരും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് SO3H ഫോം ചെയ്യും. പാരയിലും അതുപോലെ എന്ത് ഫോം ചെയ്യും, SO3H ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ പക്ഷേ പ്രയോറിറ്റി 2 ആൾക്കാരുണ്ട്, ഏതാണ്, ക്ലോറിനുണ്ട് SO3H ഉണ്ട്. പ്രയോറിറ്റി ആർക്കാണ്, SO3Hനാണ്. അപ്പോൾ പേരിൻ്റെ അവസാനം എന്ത് വരും, SO3Hൽ അവസാനിക്കും, ആസിഡിൽ അവസാനിക്കും. അപ്പോൾ കോമ്പൗണ്ട് ആരായിട്ട് മാറും, ഓർത്തോ ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡും പിന്നെ മറ്റൊന്ന് പറയുമ്പോഴത്തേക്ക് പാരാ ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഇക്വേഷൻ ഒന്ന് നോക്കിക്കോണം. അവിടെ നമ്മൾ നോക്കുന്നത് ഫ്രീഡൽ ക്രാഫ്റ്റ് ഏതാണ്, ആൽക്കൈലേഷനും ഉണ്ട് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് അസൈലേഷൻ. ഇങ്ങനെ 2 റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ അപ്പം ഇതിൽ ആൽക്കൈലേഷനും അസൈലേഷനുമാണ്. അപ്പോൾ ആൽക്കൈലേഷൻ നമ്മൾ ആരെ ആഡ് ചെയ്യും, CHCl3 ആഡ് ചെയ്യും. പക്ഷേ ഈ റിയാക്ഷനിൽ നമ്മൾ ആരുടെ പ്രസൻസ് ഉപയോഗിക്കും, ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ആരുടെ പ്രസൻസ് ആണെന്ന്. അപ്പോൾ നമ്മൾ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ മീഥൈൽ ക്ലോറൈഡിന് നമ്മൾ ആരോട് റിയാക്ട് ചെയ്യും, അൺഹൈഡ്രസ് ക്ലോറൈഡിന് പ്രസൻസ് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ആര് വരും, CH3 ഗ്രൂപ്പ് അവിടെ വരും. അപ്പം 2 പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്തു. അപ്പം കിട്ടിയ പ്രോഡക്റ്റിൻ്റെ പേര് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. കിട്ടിയ പ്രോഡക്റ്റ് ഏതായിരിക്കും, ബെൻസീൻ റിങ്ങിൽ CH3 ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക്, അതായത് ബെൻസീൻ റിങ്ങിൽ CH3 ഗ്രൂപ്പ് വരുന്നെങ്കിൽ നമുക്ക് എന്തറിയാം, ടൊളുവീൻ എന്നറിയാം അല്ലേ. അതേസമയം ഇവിടെ ഏതൊക്കെ ഗ്രൂപ്പാണുള്ളത്, സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് ക്ലോറിനും ഉണ്ട് പിന്നെ നോക്കുമ്പോഴത്തേക്ക് CH3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ പ്രയോറിറ്റി ആർക്കായിരിക്കും, CH3ക്ക്. ബെൻസീൻ റിങ്ങിൽ CH3 ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് പേര് ടൊളുവീൻ എന്നറിയാം. അപ്പോൾ ഇനി സബ്സ്റ്റിറ്റ്യൂൻ്റ് ആരായിരിക്കും, ക്ലോറിൻ. അപ്പോൾ കോമ്പൗണ്ട് ആരായിട്ട് മാറും, ഓർത്തോ ക്ലോറോ ടൊളുവീനും മറ്റൊന്ന് പറയുമ്പോഴത്തേക്ക് പാരാ ക്ലോറോ ടൊളുവീൻ. ഇതാണ് ഏത്, ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. അടുത്ത് നമ്മൾ കാണുന്നത് ഫ്രീഡൽ ക്രാഫ്റ്റ് ഏതാണ്, അസൈലേഷൻ ആണ്. അസൈലേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ക്ലോറോ ബെൻസീൻ അരൈൽ ഹാലൈഡ് ഉണ്ട്. അവിടെ നമ്മൾ ആരുമായിട്ട് അസറ്റൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യും, CH3COCl ആണ് നമ്മൾ എടുക്കുന്നതാണ്. ഇവിടെയും ഇൻ ദ പ്രസൻസ് ഓഫ് ആര് തന്നെയാണ്, AlCl3 തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, മിക്സ്ഡ് ഓഫ് പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യും. എവിടെയൊക്കെ ആയിരിക്കും, ഓർത്തോ പൊസിഷനിലും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പാരാ പൊസിഷനിലും. അപ്പം ആൽക്കൈലേഷനിൽ നമ്മൾ CH3Cl ആഡ് ചെയ്യും. പക്ഷേ അസൈലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അസറ്റൈൽ ക്ലോറൈഡ് ആഡ് ചെയ്യും. രണ്ടിലും ആരുടെ പ്രസൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അൺഹൈഡ്രസ് AlCl3 ആയിട്ട് ഉപയോഗിക്കും. അപ്പം 2 പ്രോഡക്റ്റ് മിക്സ് ഓഫ് പ്രോഡക്റ്റ് ഫോം ചെയ്തു. അപ്പോൾ കിട്ടിയ പ്രോഡക്റ്റിൻ്റെ പേരെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെയും പ്രയോറിറ്റി ആർക്കാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, ബെൻസീൻ റിങ്ങിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആരൊക്കെയാണ്, ക്ലോറിനും ഉണ്ട് പിന്നെ നോക്കുമ്പോഴത്തേക്ക് അസറ്റോഫീനും ഉണ്ട്. അപ്പോൾ പ്രയോറിറ്റി ഇവനാണ്. അപ്പോൾ പേരിൻ്റെ അവസാനം അതായിരിക്കും. അപ്പോൾ കോമ്പൗണ്ടിൻ്റെ പേര് ഏതാണ്,
നോക്കുമ്പോഴത്തേക്ക് ഓർത്തോ ക്ലോറോ അസറ്റോഫീനോണും മറ്റൊന്ന് പറയുമ്പോഴത്തേക്ക് പാരാക്ലോറോ അസറ്റോഫീനോൺ. ഇതാണ് ഏത് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷനായിട്ട് നമ്മൾ നോക്കുന്നത്. ഇനി റിയാക്ഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് 2-3 നെയിമിംഗ് റിയാക്ഷൻ നമ്മൾ നോക്കും. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു അരൈൽ ഹാലൈഡ് നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും, ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പം എന്ത് റിയാക്ഷൻ നടക്കും അവിടെ? കപ്ലിംഗ് റിയാക്ഷൻ അവിടെ നടക്കും. പക്ഷേ ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് സോഡിയം, അല്ലെങ്കിൽ ആരുടെ പ്രസൻസിലാണ് സോഡിയം മെറ്റൽ, ഏത് മീഡിയത്തിലായിരിക്കും? ഡ്രൈ ഈതർ മീഡിയം. അപ്പോൾ എന്ത് ഫോം ചെയ്യും? ഒരു ആൽക്കൈൽ ബെൻസീൻ അവിടെ ഫോം ചെയ്യും. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. അപ്പോൾ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു അരൈൽ ഹാലൈഡിനെ എന്താക്കി മാറ്റും? അപ്പോൾ സിമ്പിളായിട്ട് പറയുമ്പോൾ ഒരു അരൈൽ ഹാലൈഡിനെ ഒരു ആൽക്കൈൽ ബെൻസീനാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഇത് വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ ആരൊക്കെ റിയാക്ട് ചെയ്യും? ഒരു ആൽക്കൈൽ ഹാലൈഡും സോഡിയം മെറ്റലും ഏത് മീഡിയത്തിൽ? ഒരു ഈതർ മീഡിയത്തിൽ, അല്ലെങ്കിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഈതർ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഇക്വേഷൻ. ഒരു ക്ലോറോ ബെൻസീനുണ്ട്, ഒരു ആൽക്കൈൽ ഹാലൈഡുണ്ട്, സോഡിയം മെറ്റലുണ്ട്, ആരുടെ പ്രസൻസ്? ഡ്രൈ ഈതർ. അപ്പോൾ ഈ ഇരിക്കുന്ന 2 സോഡിയം ഉണ്ട്, അവൻ ആരൊക്കെയായിട്ട് കമ്പൈൻ ചെയ്യും? ഈ ഇരിക്കുന്ന ഒരു ക്ലോറിനും ഈ സെക്കൻഡ് ക്ലോറിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ NaCl ഫോം ചെയ്തു. അപ്പോഴത്തേക്ക് ഈ CH3 ഗ്രൂപ്പ്, അതായത് ആൽക്കൈൽ ഹാലൈഡിൽ CH3 ഗ്രൂപ്പ് എന്ത് ചെയ്യും? ക്ലോറിൻ്റെ പൊസിഷനിൽ വന്ന് എന്ത് ഫോം ചെയ്യും? ടൊളുവീൻ അവിടെ ഫോം ചെയ്യും. ഇങ്ങനെ ആൽക്കൈൽ ബെൻസീൻ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡിന് വിളിക്കുന്ന പേരാണ് ഇത് വുഡ്സ് ഫിറ്റിക് റിയാക്ഷനായിട്ട് നമ്മൾ നോക്കുന്നത്. അടുത്ത റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫിറ്റിക് റിയാക്ഷനാണ്. വുഡ്സ് ഫിറ്റിക് അല്ല, ഫിറ്റിക് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കപ്ലിംഗ് റിയാക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കൂട്ടാം? നമുക്ക് ഈ ഫിറ്റിക് റിയാക്ഷന്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു അരൈൽ ഹാലൈഡ് ഉണ്ട്, അതായത് സപ്പോസ് ക്ലോറോ ബെൻസീൻ ആയിരിക്കും. ഇവിടെ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ഒരു സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും. ആരുടെ പ്രസൻസിൽ? ഈതറിൻ്റെ പ്രസൻസിൽ. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? ഒരു ഡൈഫീനൈൽ അവിടെ ഫോം ചെയ്യും. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫിറ്റിക് റിയാക്ഷൻ. അപ്പോൾ എന്താണ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അരൈൽ ഹാലൈഡ്സ് വെൻ ട്രീറ്റഡ് വിത്ത് ഏതാണ്? മെറ്റാലിക് സോഡിയം ഇൻ ഈതർ മീഡിയം ഗീവ്സ് ഏതാണ്? ഡൈഫീനൈൽ. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കുന്നത് അൽമാൻ റിയാക്ഷൻ. അപ്പം അൽമാൻ റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് എന്താണ്? ഒരു അയഡോ ബെൻസീനുണ്ട്. അപ്പം ഈ അയഡോ ബെൻസീന് നമ്മൾ ആരോട് റിയാക്ട് ചെയ്യും? കോപ്പർ പൗഡറുമായിട്ട് റിയാക്ട് ചെയ്യും. ഇവിടെ നമുക്ക് എന്ത് തന്നെയാണ്? ഈതറിൻ്റെ പ്രസൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്യും? ഒരു ഡൈഫീനൈൽ അവിടെ ഫോം ചെയ്യും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? ഒരു അയഡോ ബെൻസീനെ ഡൈഫീനൈലാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഏത്? അൽമാൻ റിയാക്ഷൻ. അപ്പോൾ ഫിറ്റിക് അൽമാൻ, അതാണ് ഏത്? ഡൈഫീനൈൽ ഫോം ചെയ്യുന്ന റിയാക്ഷൻ. അപ്പോഴത്തേക്ക് എന്താണ് അൽമാൻ റിയാക്ഷൻ? വെൻ അയഡോ ബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് ഏതാണ്? കോപ്പർ പൗഡർ ഇൻ റെഡ് ഹോട്ട് ട്യൂബ് ഇൻ ഡൈഫീനൈൽ ഈസ് ഫോം. ഇതാണ് ഏതെന്ന് പറഞ്ഞാൽ അൽമാൻ റിയാക്ഷൻ. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെന്ന് പറയുന്ന ഒരു അരൈൽ ഹാലൈഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ സിമ്പിളായിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു എന്താണ് ഒരു ബ്രീഫായിട്ട് നമ്മൾ എന്താണ് ആ ചാപ്റ്ററിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാവുന്നതാണ്. കാരണം ഇമ്പോർട്ടൻ്റ് ആണ് ഏതെന്ന് പറഞ്ഞാൽ ഈ എടുക്കുന്ന ഹാലോ ആൽക്കൈനും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഹാലോ അരൈൻസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് കൂടെ വെച്ച് വായിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യും? ഈസിയാണ്. എപ്പോഴും ടെക്സ്റ്റ് ബുക്കും കൂടെ വെച്ച് വായിക്കണം. അപ്പോഴത്തേക്ക് ചാപ്റ്റർ ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ,